ദെൻ അത് കഴിഞ്ഞിട്ട് ഈ യൂണിഫോം പ്രിപ്പറേഷൻ, ഗ്രൂമിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഞാൻ എവിടെ നിന്നാണ് സഹായം തേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഈ എന്താ പറയുക, ഈ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിൻ്റെ അറ്റയർ ചൂസ് ചെയ്യുന്നതും മേക്കപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ പിൻട്രസ്റ്റ് വഴിയാണ്. സോ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധ ഈസ് വർക്കിംഗ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ എനിക്ക് ഈ ക്യാബിൻ ക്രൂവിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. തന്നെക്ക് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു, ഹെയർ ചെയ്യാനൊന്നും എനിക്കറിയില്ല. സോ ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ട്രിവാൻഡ്രം പോകുന്നു, ശ്രദ്ധയുടെ അടുത്ത് ചെന്നിട്ട് അവളെ എന്നെ റെഡിയാക്കിയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോവാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ ഈ ഇൻ്റർവ്യൂവിനോട് അടുത്ത ദിവസമായപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആയി. എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലേക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ട്രൈ ചെയ്യേണ്ട, ഇത് വിട്ടേക്കാം. എന്താ പറയുക, ഇത്തവണ എന്തായാലും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. ഞാൻ അതിനകത്ത് ഉറച്ചു നിന്നു.